വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. വാട്ട്സ് ഹാപ്പനിങ് കെപ്പാസ. ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ലായിരുന്നു. എനിക്ക് കുറേ പേഴ്സണൽ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. നമുക്കിന്ന് അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. നമ്പർ 1 ചെൽസി ക്ലബ്ബ് വേൾഡ് കപ്പ് അടിച്ച കാര്യത്തെക്കുറിച്ച് തന്നെ പറയണം. വൺസ് അഗെയിൻ ഫുട്ബോൾ ഹെറിറ്റേജ് അറ്റ് വർക്ക് എന്നുള്ളതാണ്. ചെൽസിയുടെ ഫുട്ബോൾ ഹെറിറ്റേജ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റിയത്. ചെൽസി ഈ പറയുന്ന പോലെ അണ്ടർ ഡോഗായിട്ട് മേജർ ഇന്റർനാഷണൽ ടൂർണമെന്റുകളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ അവരത് അടിക്കാറുണ്ട്. അത് 1-2 തവണയൊന്നുമല്ല. അപ്പം ആദ്യമായിട്ട് അവർ ചാമ്പ്യൻസ് ലീഗ് അടിച്ച സമയം റോബർട്ടോ മറ്റേയോ ആയിരുന്നു അവരുടെ മാനേജർ. അതും ബയൺ മ്യൂണിക്കിനെ അലിയാൻസ് അരീനയിൽ വെച്ചിട്ടാണ് അവർ തോൽപ്പിച്ചത്. ഹൈൻകിസ് ആയിരുന്നു ഓപ്പോസിറ്റ് നിന്ന മാനേജർ. പുള്ളിക്കാരനാണെങ്കിൽ പറയുന്ന പോലെ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിച്ചിട്ടുള്ള റയലിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് ഒക്കെ അടിച്ചിട്ടുള്ള ഒരു മാനേജറാണ്. അപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിച്ചിട്ടാണ് അന്ന് ചെൽസി ഈ പറയുന്ന പോലെ ചാമ്പ്യൻസ് ലീഗ് പൊക്കിയത്. അതിനുശേഷം സാക്ഷാൽ പെപ് ഗാർഡിയോളയുടെ മാൻ സിറ്റിക്കെതിരെ അണ്ടർഡോഗായിട്ട് നിന്ന് ചെൽസി ചാമ്പ്യൻസ് ലീഗ് അടിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂറോപ്പ ലീഗിന്റെ ഒരേ രാജാവ് ഉനായ് എമറിയുടെ ആഴ്സണലിനെ തോൽപ്പിച്ച് അവര് യൂറോപ്പ ലീഗ് അടിച്ചു. അത് മൗറീസിയോ സരി പറയുന്ന പോലെ അതിനു മുമ്പ് ഒരു ട്രോഫി നേടാതിരുന്ന ഒരു മാനേജറാണ്. അപ്പോൾ പുള്ളിക്കാരനും ട്രോഫി കിട്ടി. അതിനുശേഷം ഇതാ ക്ലബ്ബ് വേൾഡ് കപ്പ്, അതും ലൂച്ചോ അത്രയും ഫോമിൽ നിൽക്കുന്ന PSG-ക്കെതിരെ മരസ്ക. കഴിഞ്ഞ വർഷമാണ് ഒരു ടോപ്പ് ഡിവിഷൻ ടീമിന്റെ മാനേജറായിട്ട് മരസ്ക വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കേസുകളിലും എടുത്ത് പോയി കഴിഞ്ഞാലും ചെൽസിക്ക് ഉണ്ടായിരുന്ന മാനേജേഴ്സിനേക്കാളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മാനേജേഴ്സ് ആണ്, അല്ലെങ്കിൽ കൂടുതൽ നേട്ടങ്ങളുള്ള മാനേജേഴ്സ് ആണ് ഓപ്പോസിറ്റ് നിന്നിട്ടുള്ളത്. പക്ഷെ അവരെ അടിച്ചിടാനായിട്ട് ചെൽസിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഫുട്ബോൾ ഹെറിറ്റേജ് അറ്റ് വർക്ക്. ചെൽസിയുടെ ആ ഒരു ഫുട്ബോൾ ഹെറിറ്റേജ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും ഈ ഒരു വിജയം ചെൽസിക്ക് മുന്നോട്ട് പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ വലിയൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരിക്കും. മാത്രമല്ല ഏതൊരു ആർഗ്യുമെന്റിലും ഫാൻസ് അടുത്ത 4 വർഷത്തേക്ക് എടുത്തിടാൻ പോകുന്ന കാര്യം ക്ലബ്ബ് വേൾഡ് ചാമ്പ്യൻസ് ആണെന്നുള്ള കാര്യമാണ്. അപ്പം അത് തന്നെയാണ് ഫിഫയ്ക്ക് ആവശ്യം. കാരണം അടുത്ത തവണ കോമ്പറ്റീഷൻ നടക്കുന്നവരെ ഈ ഒരു ടൂർണമെന്റിന്റെ റെലവൻസി കീപ്പ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ജയിച്ച ടീമിന്റെ ഫാൻസ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം എന്തായാലും മൂവിങ് ഓൺ, മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത് അടുത്ത സീസണിലെ പ്രീമിയർ ലീഗിനെ കുറിച്ചിട്ടാണ്. എന്തായിരിക്കും, തീ പറക്കും. കാരണം കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് ടോപ്പ് ക്ലബ്ബുകളൊക്കെ നടത്തുന്നത്. ചാമ്പ്യന്മാരായിട്ടുള്ള ലിവർപൂൾ ഇതാ ഇസാക്കിന് വേണ്ടി നോട്ടമിട്ടിട്ടുണ്ട്. അവർ ഓൾറെഡി ഒരു 100 മില്യൺ പ്ലസ് സൈനിങ് നടത്തി, വേർഡ്സിനെ കൊണ്ടുവന്നു. അതിനുശേഷം ഇസാക്ക് 120 മില്യൺ ആണ് ഇസാക്കിന് വേണ്ടി ലിവർപൂൾ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പം എന്തായാലും ന്യൂ കാസിൽ ഇപ്പോൾ കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം എക്കിറ്റിക്കയ്ക്ക് വേണ്ടി ന്യൂ കാസിൽ ചർച്ചകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം തീർച്ചയായും അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇസാക്കിൻ്റെ ഡിപ്പാർച്ചർ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതിനൊരു പവർ ഡൊമിനോ എഫക്റ്റ് എന്നുള്ള പോലെ ലിവർപൂളിനും എക്കിറ്റിക്കയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഇസാക്കും കൂടി വന്നു കഴിഞ്ഞാൽ ലിവർപൂള് നെക്സ്റ്റ് ലെവലിലേക്ക് പോകും എന്നുള്ളതാണ്. കാരണം വെറ്റ്സ്, കെർക്കസ്, ഫ്രിംപോങ്, അപ്പോൾ ആ കൂട്ടത്തിലേക്കാണ് പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള പ്ലെയർ. കഴിഞ്ഞ 2 സീസണുകളിലും 20-ലധികം ഗോളുകൾ അടിച്ചിട്ടുള്ള, മാത്രമല്ല ഓൾറെഡി ഫൈനലിൽ ലിവർപൂളിനെതിരെയൊക്കെ ഗോൾ അടിച്ച് ന്യൂ കാസിൽ ഒരു കപ്പ് നേടിക്കൊടുത്ത പ്ലെയറാണ്, പ്രൂവൺ വിന്നറാണ്. അപ്പം അങ്ങനെ ഒരു പ്ലെയർ റൈറ്റ് ഏജിലും കൂടിയാണെന്ന് പറയും, 25 വയസ്സാണ്. അപ്പം അങ്ങനെ ഒരു പ്രൊഫൈലുള്ള പ്ലെയർ ലിവർപൂളിലേക്ക് വന്നു കഴിയുമ്പോൾ തീർച്ചയായും അടുത്ത വർഷത്തേക്ക് വന്നു കഴിയുമ്പോൾ ലിവർപൂൾ ഒരു ടൈറ്റിൽ ഫേവറേറ്റ്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ സീസണിൽ അണ്ടർ ഡോഗ് ആയിട്ടാണ് ലീഗ് അടിച്ചത്. പക്ഷേ ഈ സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ അണ്ടർ ഡോഗ് ഒന്നുമല്ല. എനിക്ക് തോന്നുന്നത് ഈ സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ അണ്ടർ ഡോഗ് മാൻ സിറ്റി ആയിരിക്കും. കാരണം അവർ 3-4 പ്ലേയേഴ്സിനെയൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒരു പവറൊന്നും ആക്ച്വലി ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ആഴ്സണലാണെങ്കിൽ അവരും 4-5 മേജർ സൈനിങ്ങുകളാണ് നടത്തിയിട്ടുള്ളത്. മധുവിക്ക വന്നു, സുബമെൻഡി, നോർഗാർഡ്, ഗോക്കിയറസ്, അതുപോലെ തന്നെ മസ്കേര. അതിനകത്ത് ഏറ്റവും ഹൈപ്പുള്ള ഒരു ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഗോക്കിയറസിന്റെ കാര്യമാണ്. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ മീഡിയയിലൊക്കെ ഹൈപ്പുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നത് ഗോക്കിയറസ് ആണ്. പല ക്ലബ്ബുകളായിട്ടും ഈ ഒരു സമയത്തിനിടയ്ക്ക് ലിങ്ക് ആയിട്ടുണ്ട്. അപ്പം ഇത് ഹൈപ്പാണോ റിയലാണോ എന്നുള്ള കാര്യം തീർച്ചയായും കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. കാരണം ഗോക്കിയറസിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു പ്ലെയറാണ്. ഈ പറയുന്ന പോലെ ഇസാക്കിനെ പോലെയല്ല, ഒരു ടോപ്പ് ലീഗിൽ പുള്ളി കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിക്കണം എന്നുള്ളതാണ്. അപ്പം എന്തായാലും അടുത്ത സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വൻ സീസൺ തന്നെയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.